ഹലോ. ഇന്നത്തെ കുട്ടികൾക്ക് ഈശ്വര തത്വത്തെയോ അവതാര ചരിത്രങ്ങളെയോ കുറിച്ച് തെല്ലും പരിചിതമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവയെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമായത് കൊണ്ടുകൂടിയാണ് എന്നെ ഗ്രാൻഡ്മാ സ്റ്റോറീസ് തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. പുരാതന ഭാരതത്തിലെ 2 സംസ്കൃത ഇതിഹാസങ്ങളാണ് മഹാഭാരതവും രാമായണവും. അതിനെ ഗ്രഹിക്കുന്നവനെ അതിൻ്റെ സത്യവും സനാതന നിയമങ്ങളെപ്പറ്റിയും അറിയും. ഇന്നത്തെ നമ്മുടെ വിഷയം വിശ്വാസം ഇതിഹാസങ്ങളിലൂടെ എന്നാണ്. ഇനി എന്താണ് വിശ്വാസം? ഒരു വ്യക്തിക്ക് മറ്റൊരാളിലോ ഒരാശയത്തിലോ ഒരു സിദ്ധാന്തത്തിലോ അല്ലെങ്കിൽ ഒരു വസ്തുവിലോ ഉള്ള ഉറച്ച ബോധ്യമാണ് വിശ്വാസം. വിശ്വാസം എപ്പോഴാണ് നല്ലത്, എപ്പോഴാണ് അപകടകരമാകുന്നത് എന്നത് നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. നമ്മുടെ വിശ്വാസം അന്ധവിശ്വാസമായി മാറുമ്പോൾ അത് നമ്മെ തന്നെ തകർത്ത് കളയും. അത് മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല. മഹാഭാരതത്തിലെ ധീരയും പതിവ്രതയുമായ രാജ്ഞി ഗാന്ധാരി, അവരുടെ കഥ തന്നെ എടുക്കാം. മഹാഭാരതത്തിലെ ധീരയും പതിവ്രതയുമായ രാജ്ഞിയായിരുന്നു ഗാന്ധാരി. ഗാന്ധാര രാജാവായ സുബലന്റെ മകളും ശകുനിയുടെ സഹോദരിയുമായിരുന്നു. മഹാഭാരതത്തിലെ അനേകം കഥാപാത്രങ്ങളും ദേവന്മാരുടെ അംശം ആണ്. അതുപോലെയാണ് ഗാന്ധാരിയും. മതി എന്ന ദേവതയുടെ മനുഷ്യ അവതാരമാണ് ഗാന്ധാരി. ബുദ്ധിയുടെ ദേവതയാണ് മതി. ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ മറികടന്ന് മറ്റുള്ള വംശങ്ങളെക്കാൾ എണ്ണത്തിലും പരാക്രമത്തിലും അധികമായി മാറിയ ക്ഷത്രിയരുടെ നാശവും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. അതാണ് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കാരണം. ഇതിനായി ശ്രീകൃഷ്ണൻ എന്ന വിഷ്ണുവിനോടൊപ്പം ഓരോ ദേവാംശവും അവതരിച്ചു. മതി എന്ന ദേവതയും ഗാന്ധാരിയായി സുബലന്റെ പുത്രിയായി ജനിച്ചു. ഗാന്ധാരിയുടെ ഭക്തിയിൽ പ്രത്യക്ഷനായ ശിവൻ പ്രബലന്മാരും അതിശക്തന്മാരുമായ 100 പുത്രന്മാർ ജനിക്കട്ടെ എന്ന അനുഗ്രഹവും നൽകി. അല്ല, വേദവ്യാസനാണ് ഈ വരം നൽകിയതെന്നും ചില ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ വിവരം ഹസ്തിനപുരത്തറിയുകയും ഗാന്ധാരിയെ ഭീഷ്മർ അന്ധനായ ധൃതരാഷ്ട്രക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. നല്ല വഴിക്കാണ് ആ ആലോചനയെങ്കിൽ അന്ധനായ ധൃതരാഷ്ട്രക്ക് സുബലൻ ഗാന്ധാരിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയില്ലായിരുന്നു. ഇതറിയാമായിരുന്ന ഭീഷ്മർക്ക് ഹസ്തിനപുരത്തെ ഗംഗയുടെ പുത്രനായ ഭീഷ്മർക്കൊഴികെ മറ്റു കുരുവംശർക്കെല്ലാം എന്തെങ്കിലും വൈകല്യമുണ്ടായിരുന്നു. ഗാന്ധാരിക്ക് ധൃതരാഷ്ട്രയിൽ 100 ശക്തന്മാരായ പുത്രന്മാർ ജനിക്കുകയാണെങ്കിൽ അവരിൽ കുറച്ചു പേരെങ്കിലും ഹസ്തിനപുരത്ത് ജനിക്കുകയും അവർ ഹസ്തിനപുരത്തിൻ്റെ യശസ് ഉയർത്തുമെന്നും ഭീഷ്മർ കരുതി. തുടർന്ന് തൻ്റെ സർവ്വസൈന്യത്തെയും കൊണ്ട് ഗാന്ധാരത്തേക്ക് പടനയിച്ചു. തൻ്റെ രാജ്യത്തെ കീഴടക്കാനായിട്ടാണ് ഭീഷ്മരുടെ വരവ് എന്ന് സുബലൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ ധൃതരാഷ്ട്രക്ക് ഭീഷ്മർ വിവാഹാലോചനയുമായാണ് എത്തിയതെന്നറിഞ്ഞു. വ്യാകുലനായി. സുബലന് ഭീഷ്മരുടെ ശക്തി അറിയാമായിരുന്നു. ഭീഷ്മർ ഒറ്റയ്ക്ക് നിന്ന് തൻ്റെ സൈന്യത്തെ മുഴുവൻ തകർക്കുമെന്നും ഒരു ചെറുദേശമായ ഗാന്ധാര ദേശത്തിന് ഭീഷ്മരെ മറികടക്കാനാവില്ലെന്നും അറിയാമായിരുന്നു. അതുകൊണ്ട് അന്ധനായ ധൃതരാഷ്ട്രക്ക് ഗാന്ധാരിയെ വിവാഹം കഴിച്ചയക്കാമെന്ന് സുബലന് സമ്മതിക്കേണ്ടി വന്നു. ഇതറിഞ്ഞ സഹോദരനായ ശകുനിക്ക് അതിയായ കോപം വന്നുവെങ്കിലും ഭീഷ്മരോട് എതിരിടാനുള്ള ശക്തിയുണ്ടായിരുന്നില്ല. അതിനാൽ ഹസ്തിനപുരത്തിൻ്റെ നാശത്തിനായി അവൻ പ്രതിജ്ഞയെടുത്തു. സ്വയംവരം നടക്കുന്ന അവസരത്തിലായിരുന്നു ഗാന്ധാരി താൻ വിവാഹം കഴിക്കുന്നയാൾ അന്ധനാണെന്നറിയുന്നത്. ഇന്നത്തെ കാലമല്ലല്ലോ അന്ന്. ഇന്നത്തെ കുട്ടികൾക്ക് താൻ വിവാഹം കഴിക്കുന്നയാളെപ്പറ്റി എല്ലാം അറിയണമെന്ന ബോധമുണ്ട്. അതുപോലെ അവരുടെ മാതാപിതാക്കൾക്കും. കുഞ്ഞായിരിക്കുമ്പോൾ അന്ധകാരത്തെ ഭയന്നിരുന്ന പെൺകുട്ടിയായിരുന്നു ഗാന്ധാരി. ഇരുട്ടിനെ ഭയപ്പെട്ടിരുന്ന ഗാന്ധാരിയെ ശകുനി ഭയരഹിതയാക്കാൻ മിന്നാമിനുങ്ങളെ രാത്രിയിൽ ഗാന്ധാരിയുടെ മുറിയിൽ പറത്തിവിട്ടിരുന്നു. ഗാന്ധാരിയുടെ വിവാഹം കഴിഞ്ഞു.
കറുത്ത തുണിയാൽ ഇരു കണ്ണുകളെയും കെട്ടി മറച്ചായിരുന്നു അവളുടെ പിന്നീടുള്ള ജീവിതം. അന്ധനായ ഭർത്താവിനില്ലാത്ത കാഴ്ച തനിക്കും വേണ്ട എന്ന് തീരുമാനിച്ചു. ധർമ്മിഷ്ഠയായ ഗാന്ധാരി എല്ലായ്പ്പോഴും അന്ധകാരത്തെ തന്നെ ജീവിതവ്രതമാക്കി. തനിക്ക് 100 പുത്രന്മാരുണ്ടാകുമെന്ന് വരം ലഭിച്ചുവെങ്കിലും ആദ്യം ഒരു മാംസപിണ്ഡത്തിനെയായിരുന്നു ഗർഭം ധരിച്ചത്. അതും നീണ്ട കാലമെടുത്തു. അതിനു മുൻപേ സഹോദര പത്നിയായ കുന്തി യുധിഷ്ഠിരന് ജന്മം കൊടുത്തിരുന്നു. ഗാന്ധാരിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല എന്ന് കണ്ട് ഗാന്ധാരിയുടെ ദാസിയിൽ ധൃതരാഷ്ട്രന് ഒരു കുഞ്ഞുണ്ടായി. വ്യതമൂത്ത ഗാന്ധാരി മനോവേദനയാൽ തൻ്റെ ഉദരത്തിൽ പ്രഹരിക്കുകയും ഉദരത്തിൽ നിന്ന് മാംസപിണ്ഡം പുറത്തു വരികയും ചെയ്തു. ഇത് കണ്ട് സഹിക്കാനാവാതെ ഗാന്ധാരി പൊട്ടിക്കരഞ്ഞു. ഗാന്ധാരിയുടെ ദുഃഖം കണ്ട് വ്യാസമഹർഷി ആ മാംസപിണ്ഡത്തെ 100 കഷ്ണങ്ങളായി മുറിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു പുത്രി കൂടി വേണമെന്ന ഗാന്ധാരിയുടെ മനോവേദന മനസ്സിലാക്കിയ വ്യാസമഹർഷി ആ മാംസപിണ്ഡത്തെ 101 കഷ്ണങ്ങളാക്കുകയും ആ 101 കഷ്ണങ്ങളെ 101 ഭരണികളിലാക്കി അവയ്ക്ക് ജീവൻ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. 2 വർഷത്തിനിടയിൽ ദുര്യോധനൻ തുടങ്ങി ദുശ്ശള വരെ 101 പേർക്ക് ഗാന്ധാരി ജന്മം നൽകി. പുത്രസ്നേഹത്താൽ അന്ധനായിരുന്നു ധൃതരാഷ്ട്രൻ. ധൃതരാഷ്ട്രൻ പാണ്ഡവപക്ഷത്താണ് ശരിയെന്ന് അറിയാമായിരുന്നുവെങ്കിലും പുത്രസ്നേഹത്താൽ അന്ധനായിപ്പോയി. ധാർമ്മികത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഗാന്ധാരി സ്വന്തം പുത്രന്മാരുടെ പ്രവൃത്തിയിൽ ദുഃഖിതയായിരുന്നു. ആ നിസ്സഹായത അവരെ ധൃതരാഷ്ട്രരുടെയും കൗരവരുടെയും അധർമ്മത്തിന് സാക്ഷിയായി നിന്നു. ദ്രൗപദി വസ്ത്രാക്ഷേപ വേളയിൽ ശ്രീകൃഷ്ണൻ ദ്രൗപദിയുടെ മാനം കാക്കാൻ വസ്ത്രം നൽകുകയും ദ്രൗപദിയെ അപമാനിച്ചതറിഞ്ഞ് ഗാന്ധാരി കൗരവ സഭയിൽ വരികയും തൻ്റെ പുത്രന്മാരുടെ പ്രവൃത്തികൾ മൂലം കുരുവംശം നശിക്കുമെന്നും അതിൻ്റെ ദുസ്സൂചനകൾ കാണുന്നുണ്ടെന്നും പറഞ്ഞു. പക്ഷേ കൗരവർ അത് ചിരിച്ചു തള്ളി. ധാർമ്മികതയിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിട്ടും ഗാന്ധാരിക്ക് കുരുക്ഷേത്ര യുദ്ധം തെറ്റാണെന്ന ഉറച്ച വിശ്വാസവും ഉണ്ടായിരുന്നു. പക്ഷേ അടിപതറിപ്പോയത് തൻ്റെ ഭർത്താവായ ധൃതരാഷ്ട്രക്ക് ദുര്യോധനോടുള്ള അമിത സ്നേഹത്തിന് മുൻപിലായിരുന്നു. മഹാഭാരത കഥയിൽ ഗാന്ധാരിയുടെ വിശ്വാസം വിവിധ ഘട്ടങ്ങളിൽ തെറ്റിയതായി കാണാം. ദുര്യോധനന്റെ അഹങ്കാരം അവൻ്റെ നാശത്തിനാണ് മനസ്സിലാക്കിയ ഗാന്ധാരി അവനെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. പക്ഷേ അവൻ മാതാവിൻ്റെ ആ വാക്കുകളെ അവഗണിച്ചു. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു പാഠം: ജീവിതത്തിൽ നാം ഏതൊരു രീതിയിലുള്ള വിശ്വാസം ഉണ്ടെങ്കിലും അതിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നും നമ്മിൽ തന്നെ സാധിക്കുമെന്നും വിശ്വസിക്കുക. മറ്റുള്ളവരുടെ തെറ്റായ പ്രവൃത്തികളിൽ നമ്മുടെ വിശ്വാസം തകരാതെ സൂക്ഷിക്കുക. ഗാന്ധാരിയുടെ വരദാനമായി നേടിയ 100 പുത്രന്മാരും ഒന്നൊന്നായി മരിക്കുന്നത് മറ്റൊരു വിശ്വാസ തകർച്ചയായിരുന്നു. ശക്തന്മാരായ 100 പുത്രന്മാർക്ക് ജന്മം നൽകിയെങ്കിലും ഗാന്ധാരിയുടെ വിശ്വാസം തകർന്നത് ഒരു അമ്മയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ദുഃഖവും നഷ്ടവുമായിരുന്നു. ആ 100 പുത്രന്മാരുടെയും ദാരുണാന്ത്യം. ചിലപ്പോൾ ഗാന്ധാരി ചിന്തിച്ചിട്ടുണ്ടാകാം, ഭർത്താവിന് വെളിച്ചവും പുത്രന്മാർക്ക് വഴികാട്ടിയുമാകാമായിരുന്നിട്ടും സ്വയം അന്ധകാരം ഭരിച്ച താൻ നേരിടേണ്ടി വന്ന പരാജയമാണ് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതെന്ന്. അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഏതൊരമ്മയും സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ആവാതെ എപ്പോഴും വന്നിടിക്കുമായിരുന്ന അപകടങ്ങളെ കണ്ടറിഞ്ഞ് മക്കളിൽ ധർമ്മത്തിൻ്റെ പാത പരത്തി കൊടുക്കണമെന്നുമായിരുന്നു. അവിടെയാണ് ആനന്ദത്തിൻ്റെ ലഹരി ആസ്വദിക്കാനാവുക. കഥയുടെ അവസാനത്തിൽ യുദ്ധാനന്തരം 15 വർഷങ്ങൾക്ക് ശേഷം ഗാന്ധാരി വിതുരർക്കൊപ്പം കുന്തിയോടൊപ്പം ഹിമാലയത്തിൽ മോക്ഷയാത്രയ്ക്കായി പുറപ്പെട്ടു. കാട്ടിൽ വസിക്കവേ കാട്ടുതീയിൽ ആ 4 പേരുടെയും പരിത്യാഗമാണ് ഉണ്ടായത്. ഒരു ജീവിതം കൊണ്ട് അന്ത്യല്ലാഞ്ഞിട്ടും അന്ത്യയാക്കപ്പെട്ട ഗാന്ധാരി സ്വയം ആ ജ്വാലയിൽ വെന്തണഞ്ഞു. ഒപ്പം അവരുടെ വിശ്വാസങ്ങളും. ഇതൊരമ്മയുടെ വിശ്വാസ തകർച്ചയാണ് കാണിക്കുന്നത്. മക്കളിലുള്ള വിശ്വാസത്തെ, മക്കളുടെ നിറമാർന്ന ഭാവി, അവരുടെ സന്തോഷകരമായ ജീവിതം
ഏതൊരമ്മയുടെയും സന്തോഷവും സംതൃപ്തിയും അവിടെയാണ്. ആ വിശ്വാസത്തെ, ആ ആനന്ദത്തെ തകർക്കുന്ന ഒരു പ്രവൃത്തിയും തങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ, ആ സത്യത്തെ ഉൾക്കൊള്ളാൻ മക്കളും ചിന്തിക്കുക, അറിയുക. ഇനിയൊരു കഥയുമായി അടുത്ത വീഡിയോ.